ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഏതായിരിക്കും? ബോക്സ് ഓഫീസ് നമ്പറുകൾ, റിവ്യൂകൾ, ഓടിയ ദിവസം എത്ര എന്നിങ്ങനെ ജയപരാജയത്തെ നിർവചിക്കാൻ മാനദണ്ഡങ്ങൾ ഒരുപാടാണ്. ബ്രഹ്മാണ്ഡ ബഡ്ജറ്റിലെത്തി പ്രതീക്ഷകളോട് ഒരു തരി പോലും നീതി പുലർത്താത്ത ഒരു പിടി സിനിമകൾ അങ്ങനെ പിറന്നിട്ടുണ്ട്. എന്തിനേറെ, കഴിഞ്ഞ വർഷം പോലും അത്തരം സിനിമകൾ നിരവധിയായിരുന്നു. എന്നാൽ ആദ്യ ദിവസം രാജ്യം മൊത്തം വെറും 293 ടിക്കറ്റ് മാത്രം വിറ്റ 1 ലക്ഷം മാത്രം ലൈഫ് ടൈം കളക്ഷൻ നേടിയ സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോളിവുഡോ കോളിവുഡോ ഒന്നുമല്ല, ബോളിവുഡാണ് ഈ നാണം കെട്ട റെക്കോർഡിനുടമ. 2023 അർജുൻ കപൂറും ഭൂമി പട്നേക്കറും പ്രധാന വേഷത്തിലെത്തിയ ദ ലേഡി കില്ലർ പുറത്തിറങ്ങിയത്. സിനിമയുടെ റിലീസിന് ഒരാഴ്ച മുൻപ് മാത്രമാണ് അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങുന്നതും റിലീസ് തീയതി പ്രഖ്യാപിക്കുന്നതും. ട്രെയിലർ പുറത്തിറങ്ങി 5-ാം നാൾ സിനിമയും റിലീസായി. ഏകദേശം 45 കോടി രൂപയാണ് ബഡ്ജറ്റ്. എന്നാൽ വമ്പൻ സ്കെയിലെത്തിയ സിനിമ ആദ്യ ദിവസം നേടിയതാകട്ടെ 1 ലക്ഷത്തിൽ താഴെ മാത്രം. 32,000-നും 60,000-നും ഇടയിലാണ് സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷൻ എന്നാണ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഓട്ടം നിർത്തിയപ്പോൾ 1 ലക്ഷത്തോളം മാത്രമാണ് സിനിമയുടെ ടോട്ടൽ കളക്ഷൻ എന്നാണ് റിപ്പോർട്ട്. ലേഡി കില്ലർ വീണ്ടും വാർത്തകളിൽ ഇടം നേടാൻ കാരണം നായിക ഭൂമിയുടെ പുത്തൻ തുറന്നുപറച്ചിലുകളാണ്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സിനിമയുടെ പരാജയം തന്റെ കരിയറിനെ എങ്ങനെ ബാധിച്ചുവെന്ന് ഭൂമി തുറന്നു പറഞ്ഞിരുന്നു. പരാജയം തന്നെ വല്ലാതെ അമ്പരപ്പെടുത്തിയെന്നും അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് തനിക്ക് അറിഞ്ഞിരുന്നില്ലെന്നും അവർ പറയുന്നു. തങ്ങൾ വായിച്ചത് പൂർണ്ണ തിരക്കഥയായിരുന്നു, എന്നാൽ പുറത്തിറങ്ങിയത് ഒരു അപൂർണ ചിത്രവും. ചിത്രത്തിൻ്റെ ഏകദേശം 35% ഷൂട്ട് ചെയ്തിട്ടില്ല. പെട്ടെന്ന് സിനിമ റിലീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞത് ഇപ്പോഴും ഒരു നിഗൂഢത പോലെ തോന്നുന്നു. എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ലെന്നും ഭൂമി കൂട്ടിച്ചേർത്തു. ക്രൈം ത്രില്ലർ യോണറിലെത്തിയ സിനിമ തകരാൻ പല കാരണങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തരാഖണ്ഡിലെ മഴ കാരണം ഷൂട്ടിംഗ് തടസ്സപ്പെട്ടതും, പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ അധികമായതും, പ്രൊമോഷൻസ് ഇല്ലാതിരുന്നതും, OTT ഡീലിൻ്റെ സമ്മർദ്ദവും എല്ലാം അക്കൂട്ടത്തിലുണ്ട്. തിയേറ്ററിക്കൽ റിലീസിന് പിന്നാലെ നെറ്റ്ഫ്ലിക്സിലായിരുന്നു ലേഡി കില്ലർ വരാനിരുന്നത്. ഡിസംബറിൽ സ്ട്രീം ചെയ്യാനായിരുന്നു കരാർ. ആ പറഞ്ഞ തീയതിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കണമെങ്കിൽ നവംബറിൽ സിനിമ തിയേറ്ററിൽ എത്തിക്കണം. അത് നടന്നില്ലെങ്കിൽ ആ ഡീൽ നഷ്ടപ്പെടുമെന്നതിനാൽ നിർമ്മാതാക്കൾ അപൂർണമായ സിനിമ എത്തിക്കാൻ നിർബന്ധിതരായി. ഇതോടെ വളരെ ചുരുക്കം തിയേറ്ററുകളിൽ ലേഡി കില്ലർ പ്രദർശനത്തിനെത്തി. കാണാൻ ആളില്ലാതെ അമ്പെ പരാജയമായി. പറഞ്ഞ സമയത്ത് റിലീസ് ചെയ്തിട്ടും സിനിമ ഫ്ലോപ്പ് ആയതിനാൽ നെറ്റ്ഫ്ലിക്സ് കരാറിൽ നിന്ന് ഒഴിഞ്ഞെന്നാണ് റിപ്പോർട്ട്. ഇതാണ് പരാജയത്തിന് പിന്നിൽ പ്രധാന കാരണമായി പറഞ്ഞു കേൾക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ഒഴിഞ്ഞതോടെ വാങ്ങാൻ ആളില്ലാതെ OTT ഡീലും പ്രതിസന്ധിയിലായി. പിന്നീട് ഏകദേശം 1 വർഷത്തിനിപ്പുറം T-Series സിനിമ തങ്ങളുടെ YouTube ചാനലിൽ പുറത്തിറക്കി. 5.3 മില്യണിലധികം പേരാണ് അവിടെ ലേഡി കില്ലർ കണ്ടത്.